തീർച്ചയായിട്ടും ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട്, അവരാണ് അതിൻ്റെ പിന്നിൽ. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം, അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ്. അത് ഉത്തരവാദിത്തം ഗവൺമെന്റ് നിർവഹിക്കുന്നുണ്ട്. ആശാ വർക്കേഴ്സ് 48 മണിക്കൂർ സമരം ഇപ്പോൾ NHM ഡയറക്ടർ മുമ്പിൽ നടത്തി 2 ആഴ്ച മുമ്പ്. NHM ഡയറക്ടർ അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ കേരള ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമെന്ന നിലയിൽ അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കി. കേരളത്തിൽ ഈ അലവൻസൊക്കെ വർദ്ധിപ്പിച്ചു കൊടുത്തത് സംസ്ഥാന സർക്കാർ വളരെ പ്രയാസപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഉത്തരവാദിത്വം മറന്ന് കേന്ദ്രത്തെ രക്ഷപ്പെടാൻ വിട്ട് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് എക്സ്പോസ് ചെയ്ത് എതിർത്തതല്ല, ഞങ്ങളതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിച്ചതാണ്. ആദ്യം സമരം നടത്തിയത് CIT യൂണിയനാണ്. ആ സമരം പിന്നീട് നിർത്തിയിട്ട് പോവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ സമരം എത്തുകയും ചെയ്യുന്നത്. ആദ്യത്തെ സമരം എന്ത് അടിസ്ഥാനത്തിലാണ് നിർത്തിയത് എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ സമരവും ഈ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആദ്യത്തെ സമരമല്ല, കേരളത്തിലെ ആശാ വർക്കേഴ്സ് നിരന്തരമായ സമരം നടത്താറുണ്ട്. 1 തവണയും 2 തവണയൊന്നുമല്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച NHM ഡയറക്ടർ ഓഫീസിന് മുമ്പിൽ നടന്ന സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. 48 മണിക്കൂറായിരുന്നു അവരുടെ സമരം. അതിലവർ പറഞ്ഞത് ഈ ശൈലി ആപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികൾ, ആ ജോലികളുടെ ഒരു ഭാരം കുറയ്ക്കണമെന്നതായിരുന്നു. അവർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, അത് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. മാറ്റം വരുത്താമെന്ന് NHM ഡയറക്ടർ സമ്മതിച്ചു, പ്രശ്നം അവസാനിച്ചു. അത്രേ ഉള്ളൂ. അത് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ കാര്യം. ഓക്കെ, അതെല്ലാം താത്വികമായ വിശകലനങ്ങളാണ്. അതെല്ലാം നമ്മൾ ഇന്ന് ദേശാഭിമാനി കാര്യമായി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. ഏത് VS അല്ല സമരം ആഹ്വാനം ചെയ്തത്. VS സമരത്തിന് പിന്നിലില്ല, ഒരാളുമില്ല. CPM അതിന്റെ സമരത്തിന് ില്ല. CPM ആ സമരത്തോടൊപ്പമില്ല. അതൊരു തരം തീവ്രവാദ സംഘം സംഘടിപ്പിച്ച സമരമായിരുന്നു. എനിക്കറിയില്ല, എല്ലാമല്ല. നമ്മുടെ നാട്ടിലെ അമ്മമാർ, ആശാ വർക്കർമാർ, അത്രയും ജോലി ചെയ്യുന്ന ആളുകൾക്ക് നീതി കിട്ടണം എന്നുള്ളത് ഒരു സാമൂഹികമായുള്ള പ്രതിബദ്ധതയല്ലേ. അതിന് സമരം ചെയ്യുന്നവർ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ അങ്ങ് തന്നെ പറഞ്ഞു അതൊരു സമര നാടകമാണെന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ ആ അമ്മമാരോട് ചെയ്യുന്ന ഒരു അവരെ പരിഹസിക്കുന്നതിന് തുല്യമായി ചെയ്യും. ഒരിക്കലും പരിഹസിക്കുകയല്ല. നിങ്ങൾക്കുള്ള ഈ വികാരം 48 മണിക്കൂർ ആശാ വർക്കേഴ്സ് NHM ഡയറക്ടർ മുമ്പിൽ സമരം ചെയ്യുമ്പോൾ എവിടെ പോയിരുന്നു? അംഗനവാടി ജീവനക്കാർ ഇവിടെ എത്ര സമരം നടത്തിയിട്ടുണ്ട്? കയർ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. അന്നൊന്നും കാണാത്തൊരാവേശം നിങ്ങൾക്കെന്താ? നിങ്ങളുടെ ഈ ആവേശമാണ് ആ സമരത്തിന്റെ ദൂഷ്യവശം. ഒരു തൊഴിലാളി സമരത്തെ നിങ്ങൾ ആരും പിന്തുണയ്ക്കാറില്ല. നിങ്ങളിവിടെ തൊഴിലാളികൾ സമരം ചെയ്ത് കമ്പനി പൂട്ടിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കോൺഫറൻസ് നടക്കുമ്പോൾ മനോരമയിലെ പ്രധാന വാർത്ത എന്തായിരുന്നു അറിയും? ഏതോ ചുമട്ടുതൊഴിലാളികൾ അവിടെ വണ്ടൂരിൽ സമരം നടത്തി ഒരു കട അടച്ചുപൂട്ടിപ്പോയി എന്നായിരുന്നു. തൊഴിലാളികൾ അപമാനിക്കലാണ്. മാവൂരിൽ എന്താ പറ്റി? അതുകൊണ്ട് എന്താ പറ്റി? എന്താ നിങ്ങൾ പറ, നിങ്ങളെന്താ മനസ്സിലാക്കി? പൂട്ടിപ്പോയത് അതുപോലെ എന്തെല്ലാം പൂട്ടി? ട്രാവൻകൂർ റേവൺസ് പൂട്ടി. എന്തിനാ മാവൂര് പോകുന്ന എത്ര ദൂരെ? ചെറിയ ബസ് ചാർജ് കൊടുത്താൽ പെരുമ്പാവൂരെത്താലോ. എന്താ നിങ്ങൾ കാണാത്തത്? നോ, INTUC ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയനാണ്. അവര് തൊഴിലാളി പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം ചെയ്യാറുണ്ട്. ഈ സമരത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദേശീയ ട്രേഡ് യൂണിയൻ ഉണ്ടോ? നിങ്ങളൊന്ന് നോക്കൂ. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട്. STU ഇല്ല, ലീഗ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയില്ല. പിന്നെ നിങ്ങൾ ഈ കെട്ടുകഥ ഓരോന്ന് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നത് ന്യായമല്ല. ഈ കൂട്ടത്തിൽ മാവൂരിന് എന്താ ബന്ധമുണ്ട്? പിന്നെ ഇതൊരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടല്ലോ. ഒരിക്കലുമല്ല. നിങ്ങൾ എത്ര ഊർജം പകരാൻ തീരുമാനിച്ചാലും അതിനൊരു ഊർജവും കിട്ടില്ല. കാരണം അത് വളരെ തെറ്റായ സാഹചര്യത്തിൽ തെറ്റായ മുദ്രാവാക്യമാണ്. അവർ രാജ്ഭവന്റെ മുമ്പിലാണെങ്കിൽ ഞങ്ങളെല്ലാം പിന്തുണക്കുമായിരുന്നു.